ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സമീപകാലത്ത് സെറ്റ് പീസുകളിൽ അത്രയൊന്നും തിളങ്ങാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സെറ്റ് പീസ് പരിശീലകനായിക്കൊണ്ട് ക്ലബ്ബ് ഫ്രെഡറിക്കോ മൊറൈസിനെ നിയമിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം വന്നിട്ടും കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ടീമിൻ്റെ മോശം പ്രകടനത്തെ തുടർന്ന് മൊറൈസിനും ഈ ഒരു പരിശീലക സ്ഥാനം നഷ്ടമായിരുന്നു. ഇതിവിടെ പറയാൻ കാരണം 2024 എന്ന കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ഗോളുകൾ നേടിയ ടീമുകളുടെ ലിസ്റ്റ് ഇപ്പോൾ ISL തന്നെ ഒഫീഷ്യലായി കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഇടം നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിനും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ഒരു ലിസ്റ്റ് പരിശോധിക്കാം. സെറ്റ് പീസുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് മറ്റാരുമല്ല, മോഹൻ ബഗാനാണ്. 14 ഗോളുകൾ അവർ നേടിയിട്ടുണ്ട്. അവരാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത്. രണ്ടാം സ്ഥാനത്ത് ഒഡീഷ വരുന്നു. 10 ഗോളുകളാണ് അവർ നേടിയിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് മറ്റു 2 ക്ലബ്ബുകൾ വരുന്നു, ബംഗളൂരു FC, ജംഷഡ്പൂർ FC എന്നിവർ 8 ഗോളുകൾ വീതമാണ് അവർ നേടിയിട്ടുള്ളത്. അഞ്ചാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയുമാണ് വരുന്നത്. 7 സെറ്റ് പീസ് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനും മുംബൈ സിറ്റിക്കും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് 7 സെറ്റ് പീസ് ഗോളുകൾ ആയത് എന്ന കാര്യത്തിൽ ആരാധകർക്ക് പലവിധ സംശയങ്ങളും ഉണ്ടായിരുന്നു. ISLന് കണക്കുകൾ തെറ്റിയോ എന്ന രൂപത്തിലുള്ള സംശയങ്ങളൊക്കെ സജീവമായിരുന്നു. എന്നാൽ ഒരു ആരാധകൻ ഇതിനുള്ള വിശദീകരണം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് പെനാൽറ്റി ഗോളുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കണക്കുകൾ ഇപ്പോൾ ISL പുറത്തു വിട്ടിട്ടുള്ളത് എന്നാണ് ആ ഒരു ആരാധകൻ നൽകുന്ന വിശദീകരണം. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ 7 സെറ്റ് പീസ് ഗോളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു കമന്റ് ഒന്ന് പരിശോധിക്കാം. ഗോവക്കെതിരെ സക്കായി നേടിയ ആ ഒരു ഡയറക്റ്റ് ഫ്രീ കിക്ക് ഗോൾ, അതാണ് ഒന്നാമത്തേത്. അതുപോലെ തന്നെ ഗോവക്കെതിരെ ദിമിത്രിയോസ് ഒരു പെനാൽറ്റി ഗോൾ നേടിയിരുന്നു, അതും സെറ്റ് പീസ് ഗോളിന്റെ ഗണത്തിലാണ് വരിക. അതുപോലെ തന്നെ ജീസസ് ജിമിനസ് 2 പെനാൽറ്റി ഗോളുകൾ നേടിയിട്ടുണ്ട്. ബംഗളൂരു FC അതുപോലെ തന്നെ മുംബൈ എന്നിവർക്കെതിരെ 2 പെനാൽറ്റി ഗോളുകൾ നേടിയിട്ടുണ്ട്. മുഹമ്മദൻ SCക്കെതിരെയുള്ള മത്സരത്തിൽ ജീസസ് ഒരു ഹെഡർ ഗോൾ നേടിയിരുന്നു, അതും സെറ്റ് പീസിൽ നിന്നാണ് എന്നാണ് ഈ ഒരു കമന്റിലൂടെ ആ ഒരു ആരാധകൻ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ മിലോസ് കോർണർ കിക്കിൽ നിന്നും ഗോൾ കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ മിലോസ് ഒരു ഗോൾ നേടിയിരുന്നു, അത് ആ ഒരു ഫ്രീ കിക്കിൽ നിന്നായിരുന്നു. അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 7 സെറ്റ് പീസ് ഗോളുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നാണ് ഈ ഒരു ആരാധകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസ് ഗോളുകളുടെ കാര്യത്തിൽ മോശം തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ 11 കോർണറുകൾ ലഭിച്ചിട്ട് ഒരെണ്ണം പോലും ഗോളാക്കി മാറ്റാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.